രാക്ഷസ പ്രണയം. രചന പ്രണയിനി രാഖി. അവതരണം അഷിക. ഡേവി എല്ലാവരും കൂടെ ഒരു മുറിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. സർ, ഡേവിഡ് വിവേകിനെ നോക്കി വിളിച്ചു. മേഡത്തെ ഞാൻ ഇന്ന് തന്നെ കൊണ്ടുപോകും. ബാക്കിയൊക്കെ നിങ്ങളുടെ പ്രതികാരം പോലെ. ബാക്കി പറയാതെ വിവേക് പറഞ്ഞു. ഓക്കെ സർ. റിച്ചി, ഇച്ചായ അഹല്യെ മാറ്റിയേക്ക്. പിന്നെ 2 ദിവസമായില്ലേ, ഒരു ബോട്ടിൽ പകുതി വെള്ളവും പകുതി ബിരിയാണിയും കൊടുത്തേക്ക്. അവൻ വരുന്നത് വരെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം മാത്രം കൊടുത്താൽ മതി. അവൻ കാണണം എങ്ങനെയാണ് അവൾക്ക് നമ്മൾ കൊടുത്ത ട്രീറ്റ് എന്ന്. പിന്നെ സാർ, വിവേകിനെ നോക്കി ഒന്നുകൂടെ ഡേവിഡ് വിളിച്ചു. മനസ്സിലായി, അവൾക്ക് വേണ്ടത് ഞാൻ കൊടുത്തോളാം. ആരോഹി, നീ നിന്റെ ആവശ്യം ദക്ഷിണ അറിയിക്കണം. ഇപ്പൊ അല്ല, 2 ദിവസം കൂടി അവരൊന്ന് അലയട്ടെ, എന്നിട്ട് മതി. പിന്നെ ധ്രുവിനെ മൗനയും. ഓക്കെ, നിങ്ങളുടെ മിടുക്ക് പോലെ ഇരിക്കും. ഡേവിഡ്. ആരോഹി, എനിക്ക് അവൾക്കിട്ടൊന്ന് പൊട്ടിക്കണം. അമ്മ പറഞ്ഞത് പറഞ്ഞ്, പക്ഷെ എനിക്ക് അവൾക്കിട്ടൊന്ന് പൊട്ടിക്കണം. ഓക്കെ, ശരീരവാദിയൊന്നും നോവിക്കരുത്. ഇല്ല. ഒന്ന് ഗൂഢമായി ചിരിച്ചുകൊണ്ട് ആരോഹി അച്ചുവിന്റെ മുറിയിലേക്ക് പോയി. കൂടെ ആരുഷിയും. വില്യം, ഡേവിഡ് വിളിച്ചതും വില്യം മുന്നിലേക്ക് വന്നു. അവന് വരുത്തണം ഡേവിഡ്. എന്റെ മോനെ കൊന്നവനെ അവന്റെ മുന്നിലിട്ട് അവന്റെ ഭാര്യയെ ഇഞ്ച ചതക്കും പോലെ ചതക്കണം. ദശനോടുള്ള ദേഷ്യത്തിൽ അയാൾ അലറി. ഹേയ്, കൂൾ, റിലാക്സ് ആകൂ. അവന്റെ മുന്നിലിട്ട് വേണം അവളെ തീർക്കാൻ. അതിനു മുമ്പ് അവൻ എനിക്ക് തീരാവേദനകളാണ് നൽകിയത്. അതെല്ലാം അവൾക്ക് തിരികെ സമ്മാനിക്കണം. ആരോഹി നേരെ 2 പേരെയും പൂട്ടിയിട്ട് മുറി തുറന്ന് അതിനകത്തേക്ക് കയറി. ഓ, രാജകുമാരി വിശ്രമിക്കുകയാണോ? ഒരുതരം പുച്ഛത്തോടെ ചോദിച്ചു. അച്ചു ആകെ ക്ഷീണിച്ചു. വെള്ളമില്ലാതെ തൊണ്ടേക്ക് പറ്റി ചുണ്ടും നാവും വരണ്ടു. ഒരിറ്റ് വെള്ളത്തിനായി അവളുടെ കണ്ണുകൾ അപേക്ഷിച്ചു. നീ എന്താണ് നോക്കുന്നതെന്ന് എനിക്കറിയാം. അതിനല്ലേ ഞാൻ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്ന് അച്ചുവിന്റെ മുന്നിൽ കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കൈകൾ വിടർത്തി അച്ചു വെള്ളത്തിനായി നീട്ടി. ആരോഹി അവൾക്ക് കൊടുക്കും, ഇല്ല, കൊടുക്കും, ഇല്ല എന്ന രീതിയിൽ കളിപ്പിച്ചു. അച്ചു പിന്നെയും ഒന്നുകൂടെ യാചിച്ചു. മോളെ, കിച്ചു ആരോഹിയെ വിളിച്ചു. എന്താ പച്ചി, ഇത്തിരി വെള്ളം മോൾക്ക് കൊടുക്ക്. കിച്ചു അവശതയോടെ പറഞ്ഞു. ആണോ? അയ്യോ, എന്നാ ഇനി ഇവള് വെള്ളം കുടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് താഴേക്ക് മുഴുവൻ ഒഴിച്ചു കളഞ്ഞു. നിനക്ക് വേണമെങ്കിൽ തറയിന്ന് നക്കി കുടിച്ചോ. കിച്ചു തലക്കടിച്ചുകൊണ്ട് നിലവിളിച്ചു. അച്ചു അവളെ കണ്ണു നിറച്ചു നോക്കി. തീർത്ത് നിസ്സഹായതയോടെ, നീ എന്നിൽ നിന്നും തട്ടിപ്പറിച്ചത് എന്റെ ദക്ഷിണയാണ്. ആ, നീ എനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ചുവിന്റെ വയറ്റിൽ ആഞ്ഞൊരു തൊഴി വെച്ചു കൊടുത്തു. ആ, അച്ചു പുളഞ്ഞുപോയി. കിച്ചു അച്ചുവിനെ വട്ടം പിടിച്ചുകൊണ്ട് ആരോഹിയോട് കരഞ്ഞു യാചിച്ചു. മോളെ, ഒന്നും ചെയ്യല്ലേ പ്ലീസ്, നിന്നോട് ഞാൻ യാചിക്കുകയാണ്. പ്ലീസ്, എന്നെ എന്ത് വേണേലും ചെയ്തു, മോളെ ഒന്നും ചെയ്യല്ലേ. കിച്ചുവിന്റെ യാചനകൾ ഒന്നും വകവയ്ക്കാതെ കിച്ചുവിനെ പിടിച്ചു മാറ്റി ആരുഷിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ആരോഹി ഹീലിട്ട ചെരുപ്പിനാൽ വീണ്ടും വീണ്ടും അവളുടെ വയറിൽ തൊഴിച്ചു. ഞാൻ സമ്മതിക്കില്ലടി അവന്റെ കുഞ്ഞിനെ നിന്റെ ഉദരത്തിൽ പേറാൻ. ആ ആ അമ്മേ, സ്റ്റോപ്പ് ഇറ്റ്. വീണ്ടും തൊഴിക്കാൻ ഉയർത്തിയേക്കാൾ അവൾ താഴ്ത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ഡേവിഡ് അതീവ ദേഷ്യത്തോടെ ആരോഹിയുടെ അടുത്തേക്ക് വന്നു. ഇതേ സമയം ദശ അവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും തീർത്തുകൊണ്ട് കേരളത്തിലേക്ക് തിരിച്ചു. അവന്റെ വരവിനായി 2 പേര് കാത്തിരിക്കുന്നു എന്നറിയാതെ ദശ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ എത്തിയതും തന്റെ അബ്ബയെ കാണെ കണ്ണുകൾ കുറുകി. ദശ്, അലോകിന്റെ മുന്നിൽ ഹാളനൊക്കെ പറഞ്ഞതും മുഖമുയർത്തി നോക്കി. അബ്ബ. അവർ കളി തുടങ്ങി. ആദ്യം ഐഷുമോളെ കൊണ്ടുപോയി. അടുത്ത ദിവസം തന്നെ കിച്ചുവിനെയും അച്ചുമോളെയും കൊണ്ടുപോയി. അത്രയും കേട്ടതും ദശന്ന് മൂളുക മാത്രം ചെയ്തു. ഏട്ടാ, റെഡിയായി വാ, അത്രയും പറഞ്ഞുകൊണ്ട് അവൻ കാറിന്റെ അടുത്തേക്ക് പോയി.
ധ്രുവും അലോകും കാറിൽ കയറിയത്. ദശ കാർ പറത്തിവിട്ടു. ഒരിരുനില വീടിന്റെ മുന്നിലെത്തിയതും ദശ ഇറങ്ങി അകത്തേക്ക് കയറി. കുറച്ചു കഴിഞ്ഞതും ദശ ഇറങ്ങി വന്നു. കാർ സ്റ്റാർട്ട് ചെയ്തതും നേരെ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്. ഹബ്ബ. കാർ ഓടുന്നതിനിടെ ദശ വിളിച്ചു. എന്താടാ? കൂടെയുള്ളവരെ കാണുമ്പോൾ ഹബ്ബയ്ക്കൊരു വേദനയുണ്ടാവും. പക്ഷെ എന്നോട് യാചിക്കരുത്, അവരുടെ ജീവന് വേണ്ടി. അലോകൊന്നും മനസ്സിലാകാതെ ദശനെ നോക്കി. ഇല്ല, നിനക്ക് ഞാൻ വാക്ക് തരുന്നു. അത്രയും മതിയായിരുന്നു അവന്റെ രാക്ഷസഭാവം ഉണരാൻ. വീണ്ടും തൊഴിക്കാൻ ഉയർത്തിയ കാൽ അവൾ താഴ്ത്തിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ഡേവിഡ് അതീവ ദേഷ്യത്തോടെ ആരോഹിയുടെ അടുത്തേക്ക് എത്തിയതും ഡേവിഡ് അവളെ കൈവീശിയടിച്ചു. ആ! കവളിൽ കൈവച്ചുകൊണ്ട് അച്ഛനെ തന്നെ ദേഷ്യത്തോടെ അവൾ നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇവളുടെ ശരീരം നോവിക്കരുതെന്ന്. ഞാൻ ചെയ്യും, എനിക്ക് അത്രയും ദേഷ്യമുണ്ട്. ഡേവിഡിനോട് വീറോട് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞൊരൊറ്റ പോകായിരുന്നു. ഡേവിഡ് ഡോറടച്ച് പുറത്തേക്കിറങ്ങി. മോളെ, അമ്മ വേദനിക്കുന്നു, അച്ചു വേദന സഹിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് തറയിൽ ചോരപ്പാട് കണ്ടത്. കിച്ചു അലറിക്കരഞ്ഞുപോയി. ആ, എന്റെ ദേവി, എന്റെ കുഞ്ഞ് എങ്ങനെ സഹിക്കും? അയ്യോ! കിച്ചു തലയിലടിച്ചുകൊണ്ട് അലറി. ഞാൻ കൊണ്ടുവരാം മോളെ. കിച്ചു എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അച്ചുവിനെ പതിയെ തറയിൽ കിടന്ന് ഡോറിൽ മുട്ടി. കിച്ചു ഡോറിൽ മുട്ടിക്കൊണ്ടിരുന്നു. ഡോറിൽ മുട്ടുന്നത് കേട്ട് ഒരാൾ വന്ന് ഡോർ തുറന്നു. എനിക്ക് നിങ്ങളുടെ സാറിനോടൊന്ന് സംസാരിക്കണം. ഡോർ തുറന്നയാൾ വേഗം ഡോർ അടച്ചുകൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞത് ഡേവിസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. എന്താ മിസ്സസ് അലോകിന് എന്നോട് സംസാരിക്കാനുള്ളത്? എനിക്ക് എൻ്റെ മോളെ ഒന്ന് ഡോക്ടറെ കാണിക്കണം. പ്ലീസ്, നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യാൻ ഞാൻ. പ്ലീസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. വിവേക് സാറിനെ വിളിക്കാം. അദ്ദേഹത്തിനെ കണ്ട് സംസാരിക്കും. എന്നിട്ട് അദ്ദേഹത്തിന് ഓക്കെ ആണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഓക്കെ. വിവേകിന്റെ പേര് കേട്ടത് കിച്ചു ഒന്ന് വിറച്ചു. അന്നത്തെ ദിവസം ഓർമ്മയിൽ വന്നത് കിച്ചു കണ്ണുകൾ ഇറുക്കി അടച്ചു. ഒന്ന് മൂളിക്കൊണ്ട് കിച്ചു സമ്മതം അറിയിച്ചു. തന്റെ മുന്നിൽ മോളെ ഇവിടെ നിരക്ഷിക്കാൻ ഈ വഴിയേ ഉള്ളൂ. ഹലോ കേട്ടാ, എന്നോട് ക്ഷമിക്കണം. അവൻ എന്റെ ശരീരത്തിൽ കൈവച്ച പിന്നെ ഈ കിച്ചു ജീവനോടെ ഇരിക്കില്ല. കണ്ണുകൾ നിറച്ചുകൊണ്ട് കിച്ചു അച്ചുവിനെ നോക്കി മനസ്സിൽ പറഞ്ഞു. ഡേവിഡ് വിവേകിനോട് പറഞ്ഞത് അവന്റെ മുഖം പൂനിലാവുദിച്ചതുപോലെ ഉണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യ് ഡേവിഡ്, മിസ്സിസ് അലോകനെ ഇങ്ങോട്ട് കൊണ്ടുപോര്. എന്നിട്ട് ഡീല് സംസാരിക്കാം. ഓക്കെ സാർ. കിച്ചു വിവേകിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. തന്റെ ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ട് കൊണ്ടുപോരുകയായിരുന്നു. ഡോർ തുറന്നു വരുന്ന വിവേകിനെ കണ്ടത് കിച്ചു ഭയത്തോടെ കുറച്ച് പിറകിലേക്ക് നീങ്ങി. ഇങ്ങനെ പേടിച്ച് നീങ്ങിയാലോ കൃഷ്ണവേണി, പിന്നെ ഇങ്ങനെ സംസാരിക്കും. അവളിലേക്ക് അടുത്തുകൊണ്ട് അവൻ പറഞ്ഞു. അത് പിന്നെ നീ പറഞ്ഞോ, നിന്റെ എന്താവശ്യം ഞാൻ നിറവേറ്റിത്തരും. എന്റെ മോൾക്ക് ഇത്തിരി വെള്ളം കൊടുക്കണം പ്ലീസ്. നിങ്ങൾ കാല് ഞാൻ പിടിക്കാം പ്ലീസ്. ചുച്ചോ, ഇതായിരുന്നോ? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൊടുക്കില്ലായിരുന്നോ? പ്ലീസ്, കിച്ചു ദയനീയമായി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ കൊടുക്കാമെന്ന്. പക്ഷേ അവന്റെ പക്ഷയിൽ എന്തോ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് കിച്ചുവിന് മനസ്സിലായി. എനിക്കൊരു കാര്യം നീ ചെയ്തു തരണം. കിച്ചു ഭയത്തോടെ അവനെ നോക്കി. നീ പേടിക്കണ്ട, ആരും അറിയില്ല. ഞാൻ നീയും മാത്രം. ഒരു രാത്രി അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഇപ്പോഴും നിന്നിലൊരു ഇഞ്ച് പോലും സൗന്ദര്യം കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. ഒരു പ്രാവശ്യം ബലം പ്രയോഗിക്കാതെ വേണമെന്നായിരുന്നു എന്റെ തീരുമാനം. അതുകൊണ്ടാണ് ഇവിടെയുള്ളവർ നിന്നെ ഒന്ന് തൊട്ടുപോലും നോക്കാൻ ഞാൻ സമ്മതിക്കാത്തത്. അവൻ അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. പ്ലീസ്, എനിക്ക് പറ്റില്ലെന്ന് പറയരുത് വേണി. നിന്റെ കയ്യിലാണ് നിന്റെ മരുമകളുടെ ജീവൻ. എന്ത് വേണോന്ന് നീ തീരുമാനിക്കും. ഒരു കാര്യം ഞാൻ പറയാം, നീ സമ്മതിച്ച രണ്ടുപേരോടും ഞങ്ങളുടെ പ്രതികാരം എല്ലാം മറന്ന് ഇവിടെ അവസാനിപ്പിക്കും. കിച്ചു നിറ കണ്ണുകളോടെ അവനെ നോക്കി.
നീ ആലോചിക്കേ, ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞ് വരാം. നിന്നിൽ നിന്നുള്ള ഉത്തരം യെസ് ആണെങ്കിൽ അടുത്ത നിമിഷം മരുമകൾക്ക് വെള്ളവും ഭക്ഷണവും കിട്ടും. അല്ല നോ ആണെങ്കിൽ പാപം, അവൻ വരുന്നത് വരെ ജീവൻ മാത്രമേ ഉണ്ടാകൂ. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി. കിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴേക്ക് ഊർന്നിരുന്നു. എന്തായി? മിസ്സിസ് അലോക് സമ്മതിച്ചോ? കിച്ചുവിനെ കണ്ട് സംസാരിച്ച് വിവേകിനെ കണ്ട് ഡേവിഡ് ചോദിച്ചു. സമ്മതിക്കുമെന്ന് തോന്നുന്നു. ഇല്ലെങ്കിൽ ഈ അവസ്ഥയെ മരുമോളില്ലാതാവും. അവൻ വന്നിട്ടുണ്ട്. നമ്മുടെ ആളുകളെല്ലാം അവനെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നടക്കട്ടെ. പക്ഷെ സൂക്ഷിക്കണം. അച്ഛനേക്കാളും ഡേഞ്ചറാണ് 2 മക്കളും. സോ ബി കെയർഫുൾ. ഒരു പഴുത് കിട്ടിയ നമ്മുടെ കൂടെ ഉള്ളവരെ കൊണ്ട് തന്നെ അവൻ നമ്മളെ കൊല്ലിക്കും. ഇനി എന്താ പരിപാടി? അവൾ ഓക്കെ പറഞ്ഞ നീ നിന്റെ പ്രതികാരം തീർത്തു. അവളറിയില്ലല്ലോ. ആരോഹിയെ കൊണ്ട് തന്നെ വിളിപ്പിക്കണം. അവളെ കൂടെ പിടിച്ചിട്ടുണ്ടെന്ന പോലെ. ആരോഹി പറഞ്ഞത് കേട്ടല്ലോ. ഓക്കെ, അപ്പൊ എവിടെ വെച്ച്? സ്ഥലം അലക്സിനെ അടക്കം ചെയ്ത പള്ളിയിൽ. ആരോഹി, നീ അങ്കിളിനെ വിളിക്ക്. എന്നിട്ട് കുറച്ച് കരണ്ട് കാര്യമൊക്കെ പറ. നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ഓക്കെ. അവളൊന്ന് ഗൂഢമായി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇതേ സമയം അലോകിന്റെ ഫോൺ ബെല്ലടിച്ചതും എടുത്തു. ഹലോ അങ്കിൾ, ഞാൻ ആരോഹിയാണ്. എന്നെ കുറച്ചു പേർ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. പ്ലീസ് അങ്കിൾ, എന്നെ രക്ഷിക്കണം. നീ എന്താണ് മോളെ ഈ പറയുന്നത്? അറിയില്ല അങ്കിൾ, ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോ ആരോ തട്ടിക്കൊണ്ടുവന്നതാണ്. എന്നെ രക്ഷിക്കണം അങ്കിൾ. ഞാൻ വരാം, വേഗം വരണേ അങ്കിൾ. ആരോ തല്ലുന്ന ശബ്ദം കേട്ടത് അലോക് ഒന്നുകൂടി വിളിച്ചു. മോളെ, മോളെ, അങ്കിൾ ഇവരെന്നെ തല്ലിക്കൊല്ലുകയാണ്. പ്ലീസ് മോളെ, ഒന്നും സംഭവിക്കില്ല. ഞാൻ വരാം. നീ ഇപ്പോ സ്ഥലം എവിടെയാണെന്നറിയോ? എന്തെങ്കിലും സൂചന? ഞാനിപ്പോ സ്ഥലത്തുണ്ട്. പ്ലീസ് അങ്കിൾ, വേഗം വാ. പറയടി മോളെ, സ്ഥലം ഏതാണെന്ന്. എന്നാലല്ലേ അവർക്ക് നിന്നെ രക്ഷിക്കാൻ വരാൻ പറ്റൂ. ആരോ അവളെ തല്ലിക്കൊണ്ട് പറയുന്നത് കേട്ടു. അലോക് ദക്ഷിണ നോക്കി. അവിടെ യാതൊരു ഭാവമാറ്റവുമില്ല. അപ്പൊ കളി തുടങ്ങാവല്ലേ? ധ്രുവ് പുറകിൽ നിന്നും പറഞ്ഞതും 3 പേരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായി. രാക്ഷസ പുഞ്ചിരി. ഇതേ സമയം ഉണ്ണിയേട്ടാ മതി. തന്റെ വീർത്തിരിക്കുന്ന കുഞ്ഞു വയറിൽ തൊട്ട് ഇക്കിളിയെടുക്കുന്ന ധ്രുവിനെ അവൾ ചിരിച്ചുകൊണ്ട് വിളിച്ചു. അവൻ അതൊന്നും കാര്യമാക്കാതെ തന്നെ തന്റെ മീശ കൊണ്ട് വയറിൽ പതിവുരച്ചുകൊണ്ടിരുന്നു. അവൾക്ക് ശ്വാസം മുട്ടുമെന്നായതും ധ്രുവ് നിർത്തി അവളെ നോക്കി തന്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് നെറുകയിൽ ചുംബിച്ചു. ഉണ്ണിയേട്ടാ. ആരോ വരിഞ്ഞു മുറുക്കും പോലെ എറിഞ്ഞതും ആയുഷ് ഞെട്ടി എഴുന്നേറ്റ് നോക്കി. കണ്ണു തുറന്നതും രോമാവൃതമായ നെഞ്ചാണ് കണ്ടത്. ഉണ്ണി. സന്തോഷം കൊണ്ട് വിളിക്കാൻ നിന്നതും അവൾ പെട്ടെന്ന് തന്നെ തന്റെ വാപത്തി പിടിച്ചു. തുടരും.